എം ജയചന്ദ്രൻ, നേരത്തെ ജ്യോതി ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടി അങ്ങേക്ക് പറയാം. അതേസമയം ഇതൊരു രാഷ്ട്രീയ വിഷയമായി, തെരഞ്ഞെടുപ്പിന്റെ വിഷയമായി പരിണമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശബരിമല പോലെ ആളിപ്പടരാൻ ശേഷിയുള്ള, കത്തിപ്പടരാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ വിഷയമാണെങ്കിൽ ചുരുങ്ങിയ പക്ഷം വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെങ്കിലും ഇടതുമുന്നണിക്ക് ഇത് തെരുവിൽ പ്രതിരോധിക്കേണ്ടി വരില്ലേ? എന്തു നിലപാടെടുത്ത് പ്രതിരോധിക്കും? പ്രധാന ഘടകകക്ഷിയെയും ഈ CPM-നോടൊപ്പം നിൽക്കുന്ന പാർലമെന്ററി പാർട്ടി അംഗമായ MLA-യും പോലും വിശ്വസിപ്പിക്കാൻ കഴിയാത്തത് തെരുവിൽ നിങ്ങൾ എങ്ങനെ വിശ്വസിപ്പിക്കും? ആ ചോദ്യം തന്നെയാണ് ഞാൻ ആവർത്തിക്കുന്നത്. കാരണം തെരുവിൽ ഇന്നവർ ഉയർത്തിക്കഴിഞ്ഞു. ആ മുദ്രാവാക്യം ഇങ്ങനെയാണ്: പൂരം കലക്കി മുഖ്യമന്ത്രി രാജിവെക്കുക എന്നതാണ്. മുഖ്യമന്ത്രിയും RSS-ഉം തമ്മിൽ ADGP വഴിയുള്ള ബന്ധം പരിശോധിക്കുക എന്നാണ്. PV അൻവർ ഉയർത്തിവിട്ട ആക്ഷേപങ്ങൾ പരിശോധിക്കുക എന്നതാണ്. ഇതെങ്ങനെ തെരുവിൽ നിങ്ങൾ നേരിടും ശ്രീ M ജയചന്ദ്രൻ? ഡോക്ടർ അരുൺകുമാർ, ഞാൻ ജനയുഗത്തെ പറ്റി പറഞ്ഞത് രാഷ്ട്രീയമായി വളച്ചൊടിക്കരുത് ജ്യോതികുമാർ. ഞാൻ ജനയുഗത്തിൽ വരുന്ന നിലപാടുകൾ CPI-യുടേതല്ല എന്നുള്ള നിലയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താ, അവിടെ ആ CPI എന്ന രാഷ്ട്രീയ കക്ഷി ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഭരണമുന്നണി രണ്ടാമത്തെ കക്ഷിയാണ്. അവർക്ക് വളരെ വ്യക്തമായ സ്റ്റാൻഡ് എല്ലാ കാര്യത്തിലും ഉള്ള രാഷ്ട്രീയ കക്ഷിയാണ്. ഒരു പക്ഷേ CPM-നേക്കാളും കൂടുതൽ വ്യക്തത പല കാര്യങ്ങളിലും കാണിക്കുന്ന കക്ഷിയും കൂടെയാണ്. അതൊക്കെ അറിയുന്ന ആളാണ് ഞാനും. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നത്തെ എഡിറ്റോറിയൽ അടക്കം ഡോക്ടർ അരുൺകുമാർ പരാമർശിച്ചല്ലോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ ഒരു പത്രത്തിൽ എഡിറ്റോറിയലായിട്ട് അടിച്ചു വരുമ്പോൾ അത് ആ പാർട്ടിയുടെ അഭിപ്രായമാണോ എന്ന് സംശയിച്ചു പോകും. അത് ഉത്തരവാദിത്തപ്പെട്ട പത്രം വായിക്കുന്ന ആരും. അതിന് മാധ്യമപ്രവർത്തനമൊന്നും ആവേണ്ട കാര്യമില്ല. അതാണ് CPI എന്ന രാഷ്ട്രീയ കക്ഷിയുടെ അഭിപ്രായമാണ് എഡിറ്റോറിയലായിട്ട് അടിച്ചു വെച്ചിരിക്കുന്നത് സംശയിച്ചു പോവില്ലേ? അവർക്ക് അങ്ങനെ നിലപാട് ഇതുവരെ പരസ്യമായിട്ട് അവർ എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവരാ നിലപാട് എടുക്കുന്നവരാണ്, പരസ്യമായിട്ട് പറയുന്നവരാണ്, അതിന് മടിയില്ലാത്തവരാണ്. അത് കഴിഞ്ഞ LDF യോഗത്തിന് മുൻപും ശേഷവും ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് ഞാൻ ഉന്നയിച്ച പ്രശ്നം. അത് രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഈ രാഷ്ട്രീയ കാപട്യവുമായിട്ട് കൂട്ടിക്കുഴക്കേണ്ട കാര്യമല്ല. ഞാൻ പറഞ്ഞത് CPI പോലെ രാഷ്ട്രീയ കക്ഷി അത്രയും നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പത്രത്തിൽ വരും. പക്ഷേ ഈ എഡിറ്റോറിയൽ വന്നിട്ടുള്ളത് അങ്ങനെയാണോ എന്ന സംശയമാണ് ഞാൻ ഉന്നയിച്ചത്. ആ സംശയത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഏത് പത്രത്തിന്റെയും അഭിപ്രായമാണ്. ആ പത്രത്തിന്റെ അഭിപ്രായമാണ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ഈ പത്രത്തിന്റെ ഉടമസ്ഥ CPI ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അതല്ലാതെ CPI-യുടെ നിലപാടല്ല ജനയുഗത്തിൽ വരുന്നത് എന്ന വക്രീകരണം എന്റെ പുറത്തേക്ക് ചാർത്തരുത്. അതാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ താങ്കളെ ഞാനെന്തിനാണ് ഭീഷണിപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ ഈ ചർച്ചയുള്ള ആരെങ്കിലും ഭീഷണിപ്പെടുത്തേണ്ട ആ പണിയൊന്നും എന്റേതല്ല. അത്ര ഒരു പണി ഞാൻ എടുക്കാറുമില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇപ്പൊ പറയേണ്ടത് ഇത്രേ പറയുന്നുള്ളൂ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. താങ്കൾ പറയുമെന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ തയ്യാറാണ് സർ. ഡോക്ടർ മറുപടി പറഞ്ഞിട്ടുണ്ട്. അല്ല, വസ്തുത എന്നാ ആരും അല്ലല്ല, വസ്തുത എന്നാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതല്ലേ വസ്തുതയിലേക്ക് വന്നിട്ടില്ല. ഞാൻ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞു, അവന് ജയസാധ്യതയുണ്ടെന്ന് തീരുമാനിച്ചിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത്? ഇത്രയും സരളമായ ഒരു ചോദ്യമേ ഞാൻ ചോദിച്ചുള്ളൂ. അതിന് ഇങ്ങനെ വളച്ചു കെട്ടി ഞാൻ ഭീഷണിപ്പെടുത്തിയെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തുകൊണ്ട് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ ഓടിച്ചിട്ട് വേറൊരാളെ കൊണ്ടുവരുന്ന എന്തിനാണ്? ഇത്രയുള്ള കാര്യം. അതിന്റെ പിന്നിൽ ഒരു വർഷം മുമ്പ് നടന്ന ഏർപ്പാടുകൾ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഏർപ്പാടുകൾ എന്താണെന്നുള്ളത് പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞോളാം. അത്രേ ഉള്ളൂ. അതിനകത്ത് ഒരു ഭീഷണിയില്ല. അറിയുന്ന കാര്യം പലർക്കും ഈ ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്ന മാധ്യമരംഗവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരാൾക്കും അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. താങ്കൾക്ക് എന്നെക്കാളും കൂടുതൽ അറിയാമല്ലോ ഇത്തരം കാര്യങ്ങൾ. അതേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. അത് പറയുമ്പോൾ അനാവശ്യമായി താങ്കൾ പൊള്ളൽ അനുഭവിക്കുന്ന ഇവിടെ ഈ തെരുവിൽ കോൺഗ്രസ് ഉയർത്തി ഞാനൊരു പ്രസംഗത്തിലെ ഒരു ഭാഗം കേട്ടത് ഇങ്ങനെയാണ്: ADGP MR അജിത് കുമാർ ഈ പൂരത്തിന്റെ തലേ ദിവസം തൃശൂർ നഗരത്തിൽ ഉണ്ടാവുക, അദ്ദേഹത്തെക്കാൾ റാങ്കിൽ താഴെയുള്ളൊരു കമ്മീഷണറെ മാത്രം ഈ ചുമതല ഏൽപ്പിക്കുക, ഈ സമയം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഫോൺ ആദ്യഘട്ടത്തിൽ സ്വിച്ച് ഓൺ ആയിരിക്കുക, ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ സ്വിച്ച് ഓഫ് ആവുക, അദ്ദേഹം പുലർച്ചെ മൂകാംബികയ്ക്ക് തൊഴാൻ പോവുക. അപ്പോൾ സ്വാഭാവികമായ സംശയങ്ങൾ ഉണ്ടാവുന്നു. ആ സംശയങ്ങളുടെ കുന്തമുന ചേർന്ന് നിൽക്കുന്നയാളാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നതാണ് കോൺഗ്രസ് തെരുവിൽ പറയുന്നത്. സ്വാഭാവികമായും RSS-ന്റെ കൂടിക്കാഴ്ച, 3 കൂടിക്കാഴ്ചകൾ, അതിനെക്കുറിച്ചുള്ള വിശദീകരണം വന്നിട്ടില്ല. ഇതൊക്കെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. M ജയചന്ദ്രൻ, അത് ചോദ്യം ചെയ്യാതെ പോകാൻ പറ്റില്ല. അല്ല, ഇതാണ് കോൺഗ്രസ് തെരുവിൽ പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ചോദ്യം ചെയ്യാതെ പോകാൻ കഴിയില്ല. എന്താണെന്നറിയാമോ? കേരളത്തിലെ ഇന്ത്യയിലെ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയാണ് കോൺഗ്രസ് ചോദ്യം ചെയ്യാൻ പോകുന്നത്. എന്താണ് കോടതി പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കണം, എടുത്തു നോക്കണം. കോടതി വിധി എങ്ങനെ പൂരം നടത്തണമെന്നാണ് ആനകളുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നത്തിലടക്കം കോടതി വ്യക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആരാണ് ഇടപെടണമെന്ന് കോടതി നിർദ്ദേശിച്ചത്?
ADGP IG അല്ല, SP എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ആ ഉത്തരവിലുണ്ടെന്നേ. അപ്പൊ നിങ്ങൾ വെല്ലുവിളിക്കാൻ പോകുന്നത് നീതിന്യായ വ്യവസ്ഥയാണെങ്കിൽ ആയിക്കോളൂ. അല്ലല്ല, രാത്രി 10 മണിക്ക് പൂരനഗരി അടച്ചുകെട്ടി ജനങ്ങളുടെ വിശ്വാസികളുടെ യാത്രാസഞ്ചാരം തടസ്സപ്പെടുത്തണമെന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. പട്ട കൊണ്ടുവരുന്ന പാപ്പാന്റെ അടുത്ത് പോകാൻ പറഞ്ഞിട്ടില്ല. അല്ല, അവിടെ അപാകത ഉണ്ടായിട്ടുണ്ട്.